ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. സംഭവം പടം ഇന്നലെയാണ് കണ്ടത്. നിങ്ങൾ പലരും ഓൾറെഡി ഈ പടം കണ്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് വൈകിപ്പോയി. പക്ഷേ അതിൻ്റെ അകത്തൊരു സംഭവം ഇറക്ക്, അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. ലൈക്ക് പടം ബേസിക്കലി നിങ്ങൾ ട്രെയിലറിലും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ട്, ഒരു ലൂപ്പ് സാധനമാണ് പടം. ലൈക്ക് എക്സാക്ട്ലി റൈറ്റേഴ്സ് മൂവിയാണ്. അപ്പോൾ ജിത്തു സതീഷ് എന്ന് പറഞ്ഞ പുള്ളി തന്നെയാണ് ഇതിൻ്റെ റൈറ്റർ കം ഡയറക്ടർ. അപ്പോൾ ലൂപ്പോട് ലൂപ്പാണ് അത്. പുള്ളി തന്നെ എഴുതി സംവിധാനം ചെയ്തുകൊണ്ട് അതിന് അതിൻ്റെതായ ഒരു ഇതുണ്ട്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയാലും എടുത്ത് പറയണം. ലൈക്ക് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്ത് വരേണ്ടത് ഓഡിയോഗ്രാഫിയാണ്. വിഷ്ണു ഗോവിന്ദ് ആ ഒരു ഫീല് തിയേറ്ററിന്റെ അകത്ത് തരുന്നതിൽ ഓഡിയോഗ്രാഫി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ത്രില്ലിംഗ് ഫീലും. അതെ. പിന്നെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗ് ആയാലും മോശമല്ല. പക്ഷെ മൊത്തത്തിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒന്ന് ചവിട്ടിപ്പിടിച്ചത് കാണാനുണ്ട്, പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന്. അത് സിനിമാറ്റോഗ്രാഫിയിൽ ഒരു വമ്പം വിഷ്വൽസിലേക്ക് കൊണ്ടുവരാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷെ അത് ആ വിഷ്വൽസിൽ വന്നില്ല. എന്ന് വെച്ചാൽ വിഷ്വൽസ് മോശമെന്നല്ല, വിഷ്വൽസും എഡിറ്റിംഗ് എല്ലാം അടിപൊളിയാണ്. പിന്നെ അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം പറയാം. ഇതിപ്പോ ഷോർട്ട് ഫിലിം കണ്ടിട്ട് സിനിമ കാണുന്നവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഷോർട്ട് ഫിലിം വലിയൊരു സിനിമയാക്കുമ്പോൾ വരുന്ന അപാകതകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു പരിധി വരെ അവർ പരിഹരിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ടിട്ട് ഷോർട്ട് ഫിലിം കാണണേ, അത് ഗംഭീരമാണ് സംഭവം എന്നില്ല ഷോർട്ട് ഫിലിം. പക്ഷെ അതല്ലടാ ഞാൻ പറയുന്നത്, മൊത്തത്തിൽ ഈ പെർഫോമൻസ്, അതായത് ആക്ടേഴ്സിന്റെ കാസ്റ്റിംഗ് കുറച്ച് ഷോക്കായിപ്പോയി. അത് അസ്കർ അലീന് മോശമായി അഭിനയിച്ചൊന്നുമല്ല. അസ്കർ അലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഈ ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ബഡ്ജറ്റ് ചവിട്ടി പിടിച്ച് അറിയാനുണ്ട് ഈ കാസ്റ്റിംഗിൽ. ഇതല്ല കാരണം പെർഫോമൻസ് കൊണ്ട് ഡൗൺ ആവുന്ന പോലെ. പെർഫോമൻസ് കൂടെ അടിപൊളിയാണെങ്കിൽ ഇത് വേറെ ലെവല് പോട്ടി. പിന്നെ അതുപോലെ പറയാൻ അസ്കർ അലി ചില സമയത്ത് ആസിഫ് അലി തന്നെയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം, ഇതിന് ഒരു ആന്റി ക്ലൈമാക്സ് ഉണ്ട്. ക്ലൈമാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ആ ആന്റി ക്ലൈമാക്സിലാണ് ഈ പടം അങ്ങ് കത്തി കയറിയത്. എനിക്ക് അത് അടിച്ച് കിട്ടിയത് തിയേറ്ററിൽ ആ ഒരു സീനിലാണ്. ആ ഒരു ഫീൽ ചെയ്യുക, അത് മൾട്ടിപ്പിൾ ആയിട്ട് സാധനം നടക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇതിന്റെ പാർട്ട് 2 വരുന്ന പ്രതീക്ഷിക്കുക, അധ്യായം 2 വരുന്ന പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പടത്തിനെ പറ്റി ഒന്ന് കമന്റ് ചെയ്യും. മൊത്തത്തിലൊരു അഭിപ്രായം എന്താണെന്ന് നോക്കാം. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.